ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇന്നലെ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് അരച്ച് വെച്ചതായിരുന്നു കേട്ടോ. രാവിലെ ആയി വന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ നിറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാവൊക്കെ കൂട്ടി വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഉഷാറാണല്ലോ ഉണ്ടാക്കാനില്ലേ. അപ്പോൾ ഞാനിതാ രാവിലെ വന്നിട്ട് മോൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിക്ക് ഞാനൊരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയ ഉള്ളിയും വറ്റൽമുളകും തേങ്ങയും കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ ഇനി അതൊന്ന് കടുക് വറുത്തിട്ട് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചട്നി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടെ ഇട്ടിട്ട് ചട്നി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എൻ്റെ മോളെ നിക്കാഹാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കാരണം ഇന്നലെയും ഞാനൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോ തിരക്ക് കാരണം അത് പറയാൻ പോവലും പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനും അതിനൊക്കെ പോണ കാരണം ഞാൻ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഇന്ന് പോയതും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കേട്ടോ ദോശ പിന്നെ ചൂട് കൊടുക്കണ വേണം എല്ലാവർക്കും. ദോശ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ആരും കഴിക്കൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചട്നി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ദോശ ഉണ്ടാക്കിയത് കേട്ടോ. ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിന് ഓൾ പോകാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഓളൊരു 6-6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ചോറും അവൾക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ആവണം. പിന്നെ ചായയും കടിയും അവൾക്ക് ഇവിടുന്ന് കഴിക്കാനും വേണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൾക്കുള്ള ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ എല്ലാവർക്കും കൂടെ ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറിന് തീ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തെ അടുപ്പിലാണ് ഞങ്ങൾ ചോറ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അത് ഞാൻ തീയൊക്കെ കത്തിച്ച് ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിന് വെള്ളം വെച്ച് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചത്. പിന്നെ ചായ കുടി കഴിയുമ്പോഴത്തേന് വെള്ളം തിളച്ചോളുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അതിൽ അരിയിട്ടിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അതിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ചപ്പോഴത്തേന് ഇപ്പം മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ നന്നാക്കാൻ പോയിട്ടോ. അപ്പോൾ ഞാൻ പച്ചക്കായും പിന്നെ കുറച്ച് ഇടിച്ചക്ക നമ്മൾ ഉണ്ടാക്കിയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിരുന്നുണ്ട്. അപ്പോൾ ഇടിച്ചക്കയും പച്ചക്കായും കൂടെ ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇവിടെ ചെടിയുമെന്ന് പൂ വറുത്ത് കൊടുന്നതിന് ഇന്നെ ചീത്ത അറിയാണ് കേട്ടോ. അപ്പോൾ പച്ചക്കായ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനും അപ്പത്തിന് മസാല തേച്ച് നന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മസാല തേച്ച് വെച്ചു. പിന്നെ അരിയൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. അരി കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മീൻ പൊരിക്കും ചെയ്തു. പിന്നെ തക്കാളി ഒന്ന് താളിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചക്കായ ഇടിച്ചക്കയും കൂടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തന്നെ ഉണ്ടാക്കിയത്. എന്നിട്ട് അരി മുളകും മല്ലിയൊക്കെ കഴുകി ഉണക്കിയിട്ടുണ്ട് കേട്ടോ. അത് അനിയനക്ക് പോകുമ്പോൾ കൊണ്ടുതയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളത് കഴുകി ഉണക്കിക്കാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടൊന്ന് തൂമിച്ചിട്ട് തക്കാളിയും പച്ചമുളകും അതിലൊന്ന് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറികളൊന്ന് കഴിച്ച് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ കേട്ടോ വിശേഷങ്ങൾ. പിന്നെ അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ പച്ചമുളകൊന്ന് വെന്ത് കിട്ടണം കേട്ടോ നമുക്ക്. അതുവരെ ഒന്ന് തിളച്ച് കിട്ടുക. പിന്നെ ഉപ്പ് അപ്പോൾ നമ്മൾ നോക്കണം, ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മളിങ്ങനെ മുളക് വെള്ളം മുളക് വെള്ളമോ അല്ലെങ്കിൽ അരച്ച കറികളൊക്കെ വെക്കണേക്കാൾ ഇഷ്ടം ഓൽക്ക് ഇങ്ങനത്തെ കറികളാണ് കേട്ടോ. പിന്നെ കുറച്ച് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണക്കിയിട്ടുള്ള മോരിൽ മുക്കിയിട്ട് ഉണക്കിയിട്ടുള്ള മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുളകും കൂടെ പൊരിച്ച് വെച്ചിട്ടോ. അപ്പോൾ ഇതന്നെയാണ് ഇന്നലെ ഉണ്ടായിരുന്ന വിശേഷങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കുട്ടീനായിട്ട് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ തന്നെ അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ രാവിലെ പോവാട്ടോ ചെയ്ത്. പിന്നെ ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ് ഈ പറയണത്. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് ഒന്ന് തൂമിച്ചെടുത്തിട്ട് പിന്നെ അതിൽ തക്കാളിയും പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. അടിപൊളി കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും വയ്ക്കും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ മല്ലിയും മുളകും അരിയൊക്കെ അമ്മ കഴുകി ഉണക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കേട്ടോ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ നല്ല വാഴയിലയിൽ സദ്യ കഴിക്കാറിനിട്ട് പോയിട്ടുണ്ടായിരുന്നു. പെരിന്തൽമണ്ണയാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അതൊക്കെ കഴിച്ച് ഓളെ ഡോക്ടറെയൊക്കെ കാണിച്ച് പിന്നെ ഓളെ മുടിയൊന്ന് കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ ബ്യൂട്ടി പാർലർ പോയതായിരുന്നു. അപ്പോൾ
മുടിയൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓള് നേരെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. കണ്ണാടിയിൽ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നേരെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. തല അളക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ നേരെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. മുടി മേത്തേക്ക് ചാടുമ്പോൾ ഓളൊന്നിങ്ങനെ തലയൊക്കെ കുടയുന്നുണ്ട് കേട്ടോ. ഓളോട് ഇന്ന മാതിരി വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് മുടി കാലുമൊക്കെ അതിന് അത് മാറ്റിയാണ് കേട്ടത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. മുടിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ മുടിയൊക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുടി കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ട് മുടിയൊന്ന് ഇതുപോലെ ചെയ്യുമ്പോൾ എന്താ പറയണ അറിയോ, എൻ്റെ മുടി നനഞ്ഞിട്ടൊന്നുമില്ല, ഉണക്കൊന്നും വേണ്ടെന്നാട്ടോ ഓള് പറയണത്. ഓളെ വിചാരം മുടി നനഞ്ഞത് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഓളിനോട് പറയണം മുടി ഉണക്കൊന്നും വേണ്ടെന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാണ്. അപ്പോൾ ചേച്ചി ഓളോട് പറയാണ് തല അളക്കല്ലേ, തല അങ്ങനെ ഇങ്ങനെ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഓളിങ്ങനെ അനങ്ങാതിരിക്കുക. പക്ഷെ മുടി മേത്തക്കും കയ്യുമൊക്കെ വരുമ്പോൾ ഓൾക്ക് ഭയങ്കര ഒരു ഇടങ്ങേറായിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ അത് മുടിയൊക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വന്ന് നിൽക്കണത്. പിന്നെ ഞങ്ങൾ നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഡ്രസ്സൊന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓൾക്ക് റെൻറ്റിന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് ഇതാ ഡ്രസ്സ് ഓർഡർ ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർണമെൻറ്റ്സും ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയപ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി ഞങ്ങൾക്ക് പറ്റിയത് അവിടെ ഓർഡർ ചെയ്ത് പോന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തലേദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ പോയിട്ട് വാങ്ങിയിട്ട് വരാൻ വിചാരിച്ചിട്ട് അവിടെ പറഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഡ്രസ്സുകളൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല വെറൈറ്റി കളറുകളും പിന്നെ നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിക്ക് വേണ്ട ഓർണമെൻറ്റ്സും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റെൻറ്റിന് ഇങ്ങനെ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്നിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി, എല്ലാതും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടോ. അപ്പോൾ ഓൾക്ക് പറ്റിയ ഡ്രസ്സ് കിട്ടുകയും ചെയ്ത് അതവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ പോരും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങളൊരു വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നേരെ വീട്ടിൽ പോരുകയാണ് ചെയ്തത് കേട്ടോ. നമ്മളിങ്ങനെ നല്ല വില കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ വാങ്ങണേലും നല്ലത് ഇങ്ങനെ റെൻറ്റിനൊക്കെ ഡ്രസ്സുകൾ എടുക്കുക തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളത് എന്തായാലും യൂസ് ചെയ്യൂല. ചിലർ എന്തെങ്കിലും ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യൂല, ഒരുവിധം ആൾക്കാരൊന്നും യൂസ് ചെയ്യൂല. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.